അപ്പോൾ ഈ പെൻസിൽ വായിൽ വെക്കുക, പല്ലുകൊണ്ട് കടിച്ച് പിടിക്കുക. കടിച്ച് പിടിച്ചതിന് ശേഷം ഈ ടെക്സ്റ്റിലുള്ള ഒരു പേജ് എടുത്ത് വായിച്ച് വെക്കുക. ഞാൻ വായിക്കാൻ പോവാണ്. ഓൺ ദി ഫൈനൽ ഡേ ഓഫ് മൈ സെമസ്റ്റർ ഇയർ ഓഫ് ഹൈസ്കൂൾ. ഓക്കെ, ഒരു എഫക്റ്റീവായിട്ടുള്ള സ്പീച്ച് ഡെലിവറി ചെയ്യാൻ ആർക്കാ താല്പര്യമില്ലാത്തത്? എഫക്റ്റീവായിട്ട് നമ്മളെ ലിസണേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും 2 ബേസിക് ടെക്നിക്കാണുള്ളത്. ഒന്ന് ഷാഡോയിങ് ടെക്നിക്കാണ്, മറ്റൊന്ന് പെൻസിൽ ടെക്നിക്കാണ്. ഷാഡോയിങ് ടെക്നിക്ക് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസെപ്റ്റ് നമ്മളെ നാവിനും അതുപോലെ തന്നെ നമ്മളെ മൗത്തിന് അറൗണ്ട് ആയിട്ടുള്ള മസിൽസിനും ഇംഗ്ലീഷ് സൗണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മദർ ടങ്ക് സംസാരിച്ച ശീലം നമുക്ക് ഈ മലയാളം സൗണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള എക്സസൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇംഗ്ലീഷ് സൗണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള എക്സസൈസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഷാഡോയിങ് ടെക്നിക്കിലൂടെ ആ എക്സസൈസ് നാവിനും മൗത്തിനും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടിലേക്ക് കാണണം. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് പെൻസിൽ ടെക്നിക്കാണ്. ഷാഡോയിങ് ടെക്നിക്ക് ഫ്ലുവൻസിക്ക് ആണെന്നുണ്ടെങ്കിൽ പെൻസിൽ ടെക്നിക്ക് അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടെക്നിക്ക് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡെമോ ഞാൻ കാണിച്ചിടാം. ഒരു പെൻസിൽ എടുക്കുക, ഷാർപ്പ് അല്ലെങ്കിൽ ഷാർപ്പ് ചെയ്യുക. അതിനുശേഷം ഈ പെൻസിൽ വായിൽ വെക്കുക. വായിൽ വെച്ചതിന് ശേഷം ഞാനൊരു ബുക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് അറ്റോമിക് ഹാബിറ്റ്സ് ആണ്, വെരി ഇൻഫ്ലുവൻഷ്യൽ ബുക്കാണ്. പറ്റുകയാണെങ്കിൽ വായിക്കുക. അപ്പോൾ ഈ ബുക്കിൽ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് ഇടുക. അപ്പോൾ ഈ പെൻസിൽ വായിൽ വെക്കുക, പല്ലുകൊണ്ട് കടിച്ച് പിടിക്കുക. കടിച്ച് പിടിച്ചതിന് ശേഷം ഈ ടെക്സ്റ്റിലുള്ള ഒരു പേജ് എടുത്ത് വായിച്ച് വെക്കുക. ഓൺ ദി ഫൈനൽ ഡേ ഓഫ് മൈ സെമസ്റ്റർ ഇയർ ഓഫ് ഹൈസ്കൂൾ ഐ വാസ് ഹിറ്റ് ഇൻ ദി ഫേസ് വിത്ത് എ baseball bat. As my classmate took a full swing, the bat slipped out of his hand and came flying towards me before striking me directly between the eyes. I have no memory of the moment of impact. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മളൊന്നുകൂടി അത് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസിഡറബിൾ ചേഞ്ച് അവിടെ കാണാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് ഫോഴ്സ് എടുത്തിട്ടാണ് ഈ പെൻസിൽ വെക്കുമ്പോൾ ഇത് സംസാരിക്കുന്നത്. ആ സെയിം ഫോഴ്സ് ഈ മസിൽസിനുള്ളൊരു എക്സസൈസ് കൊടുക്കുകയാണ് ഇത് സംസാരിക്കാനുള്ള. അപ്പോൾ ഇത് എടുത്തിട്ട് വായിക്കുമ്പോൾ ആ സെയിം മസിൽസ് ഒന്ന് പ്രിപ്പയർഡ് ആവും വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്ലിയർ സ്പീച്ച് ഇത് വായിച്ചതിന് ശേഷം നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്പീച്ച് എല്ലാം ക്ലിയർ ആവും, മനസ്സിലാവുന്ന രൂപത്തിൽ മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ സൗണ്ട് വരാത്ത അക്ഷരങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം ക്ലിയർ ആയിട്ട് സൗണ്ട് വരും. അങ്ങനെ ആകുമ്പോൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് സ്പീച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള സ്പീച്ച് പറയാൻ കഴിയും. അതിൻ്റെ ഇടയിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത വേർഡ്സ് ഒന്നും വരില്ല. അപ്പോൾ വളരെ എഫക്റ്റീവാണ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ, ബിഗിനേഴ്സ് ലെവലാണെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ എൻഡ് ഭാഗത്തേക്ക് വെക്കുക, ഈ ഭാഗത്ത് വെക്കുക. അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല സംസാരിക്കാൻ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ, വളരെ ഉള്ളിലേക്ക് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ആവുന്നതിനനുസരിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ഉള്ളിലേക്ക് കയറ്റി വെച്ചാലുള്ള ഒരു ഡെമോ കാണിക്കുക. കുറച്ച് വിയേർഡായിരിക്കും, സൗണ്ടൊക്കെ കുറച്ച് വിയേർഡായിട്ട് വരിക. The bat smashed into my face with such force that it crushed my nose into the distorted U shape. അപ്പോൾ നമ്മൾ ഈ ലിപ്പും കാര്യങ്ങളൊക്കെ വളരെ മൂവ്മെൻറ്റൊക്കെ കറക്റ്റ് ആവാനും പ്രോപ്പർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ഇത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. See you tomorrow.